സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തം. വിവിധ മേഖലകളിലുള്ള പ്രമുഖർ, സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടികളിൽ പങ്കാളികളാകുന്നത്. സർക്കാരിന്റെ ഈ പ്രവർത്തന മികവിലൂടെ മൂന്നാമതും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന വിലയിരുത്തലിലാണ് കേരളം. നമുക്ക് 1600 രൂപ ഇപ്പം സർക്കാർ തരുന്നത് അതൊരു വലിയ നേട്ടമാണ്. വലിയ നേട്ടമെന്ന് വെച്ചാൽ വലിയ നേട്ടം. കൊണ്ടുതരാൻ ആളില്ല, ഭർത്താവില്ല, മരുന്ന്, ഭക്ഷണം, റേഷൻ അരി, ഈ പൈസ, ഇതെല്ലാം നമുക്കതൊരു വലിയ നേട്ടമാണ്. വീടാണെങ്കിൽ ഒരു പച്ചക്കട്ട കെട്ടിയ വീട് 40-45 വർഷമായി ഭൂമി കിട്ടിയിട്ട് സർക്കാരിൻ്റെ ഈ വന്ന സർക്കാർ എനിക്കത് സ്വന്തമാക്കി തന്നു. അത് അതിലും വലിയ നേട്ടം. ജനക്ഷേമത്തിലൂന്നിയുള്ള പ്രവർത്തനം, വിവിധ മേഖലകളിൽ ആഴ്ന്നിറങ്ങിയുള്ള പദ്ധതികൾ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നേരിൽ കേട്ടും അറിഞ്ഞുമുള്ള തുടർച്ച, ഇതൊക്കെയും പത്മാവതി അമ്മയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വ്യവസായം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലയിലും നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നടപ്പിലാക്കി നാടിന് സമർപ്പിച്ചു. അപ്പോൾ ഇതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പരിപാടി. ഒരു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, സമൂഹത്തിന് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പരിപാടി, ഒരു നല്ല പരിപാടി എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുന്നതാണ്. ഇതേ വികസനം തുടർന്നു പോകണമെങ്കിൽ LDF സർക്കാരിന്റെ ഭരണ തുടർച്ച അനിവാര്യമാണെന്നും ഇതുതന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് വിവിധ മേഖലയിലുള്ള പ്രമുഖരുൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യം ചെയ്തത് തന്നെ പറഞ്ഞു. അത് ഏത് പാർട്ടിയായാലും ആരായാലും ശരി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കരുത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സമയം കൊടുക്കണം, അതിനുള്ള സാവകാശം കൊടുക്കണം. ഇതിലെ വീട്ടിൽ ഇരുന്ന് 1 കിലോ പഞ്ചാര വാങ്ങിച്ചുകൊണ്ട് അത് പറഞ്ഞാലല്ല നാട്ടിലെ കാര്യം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ അത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇനി വരുന്ന 6 വർഷം, ഞാൻ തീർച്ചയായിട്ടും പറയുന്ന അടുത്ത വരുന്ന 6 വർഷം എന്ന് പറയുന്നു, തുടരാൻ നോക്ക് മുന്നോട്ട് എന്നുള്ള മുദ്രാവാക്യമാകണം ഇനിയും വരുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർക്കാർ തീർച്ചയായും LDF സർക്കാർ തന്നെയാണ്. അങ്ങനെ തുടർച്ചയായ 9 വർഷം ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ വികസന മുന്നേറ്റം ഇനിയും ഇതുപോലെ തുടരുമെന്ന ഉറപ്പ് വീണ്ടും നൽകുകയാണ് സംസ്ഥാന സർക്കാർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.